എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചൊരു വീഡിയോ ആണ്. എന്താണ് മാനിഫെസ്റ്റേഷൻ, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്, ഇത് ശരിക്കും വർക്കാവോ, ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. അതിനൊക്കെ മുന്നേ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട്. ചിലവർക്ക് ജോലി വേണമെന്നായിരിക്കും, ചിലവർക്ക് വീട് വയ്ക്കണമെന്നായിരിക്കും, മറ്റു ചിലർക്ക് കാർ വാങ്ങണമെന്നും ആയിരിക്കും. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഓരോ വ്യക്തികൾക്കും. പക്ഷേ നമുക്കൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? എനിക്കിത് നേടാൻ സാധിക്കുമോ? എന്നെക്കൊണ്ട് ഇതിന് ആകുമോ? ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടണമല്ലോ, ഇതൊക്കെ ശരിക്കും നടക്കുമോ? ഇതുപോലുള്ള നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ ആഗ്രഹം വന്നതിന് ശേഷം നമ്മളെ മനസ്സിലുണ്ടാകുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ പരാജയവും തുടങ്ങുന്നത്. ആ ആഗ്രഹം നമ്മളെക്കൊണ്ട് ശരിക്കും സാധിക്കാൻ പറ്റുമെങ്കിലും അത് നടക്കാൻ ഡിലേ ആകുന്നതിൻ്റെ റീസൺ നമ്മുടെ ഇങ്ങനത്തെ ചിന്താഗതികൾ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആഗ്രഹം വേണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഗോളിനെ മാത്രമാണ്. അതായത് ആ ഒരു ഗോള് നമുക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈഡിൽ നിന്നും ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം ആക്ഷൻസ് എടുക്കണം, അത് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കർമ്മം. ഒരു ഉദാഹരണത്തിന്, ഒരു വ്യക്തി PSC എക്സാം നേടണം എന്നൊരു ആഗ്രഹം വിചാരിച്ചു. ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ആ വ്യക്തിയുടെ മനസ്സിൽ 1000 ചിന്തകളായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന ഒരു പരീക്ഷ എനിക്ക് ലഭിക്കുമോ? എന്നെക്കൊണ്ട് ഇത് നേടാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ നിറയുന്ന സമയം തന്നെ നമ്മളുടെ തോൽവി സമ്മതിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ PSC എഴുതി കിട്ടാൻ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്ക്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നിവയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കർമ്മങ്ങളിൽ ഫോക്കസ് ചെയ്താൽ തീർച്ചയായും നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നെഗറ്റീവ് ചിന്തകളാൽ നമ്മുടെ ലക്ഷ്യം പോലും പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് പതിവ്. ഗോള് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതായത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കാവൂ, അല്ലാതെ അതിൻ്റെ മറുവശം ചിന്തിച്ച് കൂട്ടുകയല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചിന്തിക്കണമായിരുന്നു? ഞാൻ ഇതിനു വേണ്ടി പ്രോപ്പറായിട്ട് പഠിക്കും, ഡെയിലി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലിനോട് കൂടി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്യും എന്ന മെൻറ്റാലിറ്റി സെറ്റ് ചെയ്തെടുക്കണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ നമുക്കുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നമ്മൾ വിചാരിച്ച ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഉറക്കം ഒഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വ്യക്തിയായിരിക്കാം അവിടെ അർഹത ഉള്ള ഒരു വ്യക്തിക്ക് തന്നെ ആയിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക. നമുക്ക് ഇത്തവണ പറ്റിയ തെറ്റുകൾ എന്താണോ അതെല്ലാം അടുത്ത പ്രാവശ്യം നമ്മൾ തിരുത്തി മുന്നേറും എന്ന് തന്നെ പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നെഗറ്റീവിനെ പോലും പോസിറ്റീവായി മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ആകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷനിലും പറയുന്നത്. ഞാൻ ഇനി ഒരു 5 സ്റ്റെപ്പുകൾ പറയും. ഓരോ സ്റ്റെപ്പായി ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ ഒരു ഗോള് സെറ്റ് ചെയ്യുക. അതായത് ഒരാഗ്രഹം നിങ്ങൾക്ക് നടക്കണമെന്നുണ്ട്. അത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി
നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെക്കുക. അതായത് നിങ്ങൾക്ക് ഡെയിലി കാണാൻ പറ്റുന്ന രീതിയിൽ, എണീറ്റ ഉടനെ അത് കാണാൻ പറ്റുന്ന രീതിയിൽ അത് വയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ 2, നമുക്ക് ഒരു ആഗ്രഹം ഉണ്ട്, അത് നടന്നതായി വിശ്വസിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അതായത് ഒരു കാറ് വാങ്ങണമെന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഒരു കാറ് നമ്മുടെ വീടിന് മുന്നിൽ കിടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ കാറ് ഓട്ടിക്കുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇത് നമ്മൾ ഡെയിലി ചെയ്യണം. അത് ഡെയിലി നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആഗ്രഹം പതിയുകയും ലോ ഓഫ് അട്രാക്ഷൻ വഴി അത് നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 3, റിമൂവ് നെഗറ്റിവിറ്റി. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക എന്നുള്ളതാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ മൈൻഡ് പോസിറ്റീവായി ഇരിക്കുമ്പോൾ നമ്മളിലേക്കും പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്റ്റായി വരുന്നതാണ്. പല ആഗ്രഹങ്ങളും സാധിക്കാൻ കഴിയാത്തതിൻ്റെ മെയിൻ റീസൺ നെഗറ്റിവിറ്റിയാണ്. നെഗറ്റിവിറ്റിയെ റിമൂവ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. നിങ്ങൾക്ക് രാവിലെ എണീറ്റ ഉടനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കേൾക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിന് അനുസരിച്ചിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾക്ക് ഉറക്കെ വായിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അഫർമേഷൻസ് പറയുന്നതാണ്. സ്റ്റെപ്പ് നമ്പർ 4, ടേക്ക് ആക്ഷൻസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ നേടേണ്ടത് അതിനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഡെയിലി പ്രയത്നിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 5, ബി പേഷ്യൻറ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ക്ഷമയോടെ ഇരിക്കുക ആൻഡ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനായാലും 3 നേരം ആഹാരം കിട്ടുന്നതിനായാലും വെള്ളം കിട്ടുന്നതിനായാലും എല്ലാത്തിനും നമ്മൾ നന്ദി പറയുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനമായി രാത്രി നമ്മൾ എല്ലാവരും ഉറങ്ങി രാവിലെ ഉണരുമ്പോൾ തന്നെ നമ്മൾ നന്ദി പറയേണ്ട അനിവാര്യമാണ്. കാരണം ഈ ഉറങ്ങിക്കിടന്ന സമയത്ത് പോലും എത്രയോ മരണങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒരു ദിവസം കൂടി അവസരം തന്നതിന് നമ്മൾ നന്ദി പറയേണ്ടതാണ്. ഇനി ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. കാരണം യൂണിവേഴ്സ് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും വലിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവുക. അത് നിങ്ങളിലേക്ക് എത്തുന്നത് ഡിലേ ആകാനുള്ള കാരണം നിങ്ങൾ അതിനുള്ള പരിശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻസ് എടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. സോ ഈ 5 സ്റ്റെപ്സ് നിങ്ങൾ മറക്കണ്ട. സ്റ്റെപ്പ് നമ്പർ 1, ഒരു സ്ട്രോങ് ഗോൾ ഉണ്ടായിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 2, ബിലീവ് ആൻഡ് വിഷ്വലൈസ്. സ്റ്റെപ്പ് നമ്പർ 3, റിമൂവ് ദ നെഗറ്റീവ് തോട്ട്സ്. സ്റ്റെപ്പ് നമ്പർ 4, ടേക്ക് ആക്ഷൻസ്. സ്റ്റെപ്പ് നമ്പർ 5, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ആൻഡ് യൂണിവേഴ്സിനെ വിശ്വസിക്കുക. സോ ഈ ഒരു 5 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ സാധിക്കും. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കുഞ്ഞ് ആഗ്രഹം വെച്ച് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഈ 5 സ്റ്റെപ്പുകളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും നടക്കും. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ ഡെയിലി കാണുന്നത് വഴി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളുടെ ലക്ഷ്യങ്ങൾ പതിയുന്നതാണ്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പേപ്പറിൽ നമുക്ക് വേണ്ട ആ ഒരൊറ്റ ഗോള് എഴുതി വെച്ച് ഡെയിലി നമ്മളത് കണ്ടാലും മതിയാകും.
ഇതിങ്ങനെ ഡെയിലി കണ്ട് 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 നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫില്ലാവുകയും ആ ഒരു പോസിറ്റിവിറ്റി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പോലും അറിയാതെ ഉണ്ടാവുകയും അത് ലോ ഓഫ് അട്രാക്ഷൻ വഴിയിട്ട് നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. സോ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം തുടങ്ങുന്നത് നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് തന്നെ നമ്മുടെ ലൈഫിൽ കിട്ടും. മറിച്ച് നെഗറ്റീവ് ചിന്തകളെ കൊണ്ട് നിറച്ചാൽ ലൈഫ് ഫുൾ നെഗറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ ഇരിക്കുന്ന ഒരു വ്യക്തി അതിനെ പോസിറ്റീവ് ആക്കാൻ നോക്കുക. ഡെയിലി ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, ഒരു റൗണ്ടൊന്ന് നടക്കാൻ പോവുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു നെഗറ്റിവിറ്റിയെ പതിയെ പതിയെ മനസ്സിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുക. മോർണിംഗ് അഫർമേഷൻ വീഡിയോസൊക്കെ നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ അഫർമേഷൻസ് നമുക്ക് സ്വയം പറയാവുന്നതാണ്. മോർണിംഗ് അഫർമേഷൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അത് കാണാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അത് ഡെയിലി ഒച്ചത്തിൽ പറയുക. രണ്ടാമത്, നമ്മളുടെ പ്രവൃത്തികളാണ് പ്രോപ്പർ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മുടെ റിയാലിറ്റിയിലേക്ക് താനെ വന്നുകൊള്ളും. സോ ഇതാണ് മാനിഫെസ്റ്റേഷൻ. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് വളരെ വൈകിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതുക, എന്നിട്ട് അത് യൂണിവേഴ്സിനോട് പറയുന്നതായിട്ട് എഴുതുക, എന്നിട്ട് ആഗ്രഹങ്ങൾ എഴുതി വെച്ച പേപ്പർ നമ്മൾ കത്തിക്കുക, എന്നിട്ട് യൂണിവേഴ്സിലോട്ട് ഊതിക്കളയുക. ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മാനിഫെസ്റ്റേഷൻ ചെയ്തു, പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും സാധിക്കാൻ പോകുന്നതല്ല. ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഒരുപാട് ഡിലേ ആയെന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അതിനുള്ള ആക്ഷൻസ് പ്രോപ്പറായി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇതുവരെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ഒരുപാട് വിഷമിച്ച് ഡിപ്രഷനിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ വിശ്വാസം ഉറപ്പിക്കുക. അതിനു വേണ്ട പ്രവൃത്തികൾ ചെയ്യുക. സത്യമായിട്ടും കഷ്ടപ്പെടുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. പക്ഷെ നമ്മളെപ്പോഴും ഈ ഒരു ഡൗൺസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവർക്കും ഒറ്റ ലൈഫേ ഉള്ളൂ. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക. നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളാകരുത്. അതായത് ശരിയായ കാര്യങ്ങൾ, ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു ആഗ്രഹം ആകരുത് എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന പലരും ചെയ്യുന്ന ബേസിക് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സഡൻ റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ അത് ഡിലേ ആവാം. സെക്കൻഡ്, നമ്മൾ പോസിറ്റീവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ചില നെഗറ്റീവ് ചിന്തകൾ നമ്മളെ മൈൻഡിലേക്ക് വന്നേക്കാം. അപ്പോഴേ നിങ്ങൾ അത് റിമൂവ് ആക്കാൻ ശ്രമിക്കണം. മെഡിറ്റേറ്റ് ചെയ്യാം, യോഗ ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഓക്കെ. സോ ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും പോസിറ്റീവ് മൈൻഡോടു കൂടി എല്ലാം ചിന്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ലൈഫിൽ ഒരു അത്ഭുതം ഉടനെ സംഭവിക്കട്ടെ.
സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതല്ല പുതിയതായി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.